ഹലോ ഹായ് നമസ്കാരം. നമ്മൾ വയനാട് അമ്പലവയലിൽ കാർഷിക സർവകലാശാലയിൽ ഒരു ക്ലാസ്സിന് പോയിരുന്നു. ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, അതുപോലെ തന്നെ ഹെയർപോണിക്സ് ഒക്കെ കൃഷിയെപ്പറ്റി പഠിക്കാനും കാണാനും പോയിരുന്നു. അവിടെ നിന്ന് നമ്മൾ വിത്ത് എങ്ങനെയാണ് കൂടുതൽ വിത്തുകൾ ഉണ്ടാകുമ്പോൾ മെഷീൻ വഴി എങ്ങനെയാണ് ട്രേയിലേക്ക് ആക്കുന്നതും അതുപോലെ തന്നെ അത് മുളപ്പിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാണാം. ഇടാൻ പാടില്ലാണോ? നമ്മൾ അത്രത്തോളം ശ്രദ്ധ നൽകിയാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലൊക്കെ നന്നായിട്ട് നമ്മുടെ സൂഡോമോണക്സ് പോലെ തന്നെ നമ്മൾ മുക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തുന്നത്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മളിതിനെക്കുറിച്ച് കണ്ടു പഠിക്കുക വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഒരുമിച്ച് ആളുകൾ കയറുമ്പോൾ പ്രശ്നങ്ങൾ വരും. കാരണം ഈ ചെടികൾക്കാണ് അത് വരിക. അത്രത്തോളം ശ്രദ്ധയോടെ നോക്കുന്നതാണ്. ഇത് മയമറയ്ക്കുള്ളിലാണ്. അതുപോലെ തന്നെ മയമറ അത്യാവശ്യം ഉയരത്തിലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും തൊട്ടിട്ടും അങ്ങനെയൊന്നും ഇതിൽ ഒരു കുഴപ്പവും വരുത്തരുത്. കുഞ്ഞുങ്ങളെ നോക്കും പോലെ തന്നെ നോക്കണം. ഇത് നനക്കണേ നോക്കിക്കടി. പോയി ഇങ്ങോട്ട് എത്തുമ്പോഴത്തേ അതിൻ്റെ മേലെ തരേണ്ടത് ആർക്കും വേണ്ട. ഇവിടെ ഒന്നാണ് നമ്മളെ വിത്തിടുന്ന മെഷീൻ. സാധാരണഗതിയിൽ നഴ്സറി ചെയ്യുന്നവരുണ്ടോ, തൈകൾ ഉണ്ടാക്കുന്നവരുണ്ടോ കൂട്ടത്തില്? അതിന് നമ്മൾ ചെയ്യുമ്പോൾ അത്ര ഒന്നും ആവശ്യമില്ല, അത്ര വലിയ സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മള് കോഴിക്കോട്, വയനാട്, കണ്ണൂര് കുറച്ച് അങ്ങനെയുള്ള ജില്ലകളിലേക്ക് തൈകള് ഉണ്ടാക്കുന്ന സപ്ലൈ ചെയ്യുന്നു. നമുക്ക് അറ്റ് എ ടൈം നമുക്ക് 10 ലക്ഷം തൈ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു പോളി ഹൗസിൽ നമുക്ക് 2 ലക്ഷത്തോളം തൈ ഉണ്ടാക്കാം. നമുക്ക് ജനകീയത്തിൽ കൂടെ അതുപോലെ തന്നെ സ്കീമിൽ കൂടെ ഒക്കെ കൃഷിഭവനിൽ കിട്ടുന്ന തൈകളെല്ലാം, അങ്ങനെയുള്ള തൈകളെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഹൈബ്രിഡുകളാണ്. കാരണം കർഷകരെപ്പോഴും ഹൈബ്രിഡ് വിത്ത് തൈകളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പോളി ഹൗസുകളാണിത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ചൂടും അതുപോലെ തന്നെ വിങ്ങല്, ആർദ്രത എന്ന് പറയും, ചെടിക്ക് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്മൾ വിയർക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ. നാട്ടിലെത്തിയാൽ നമ്മൾ വിയർക്കും, ഇവിടെ നമ്മൾ വിയർക്കൂല. അപ്പോൾ അങ്ങനെയുള്ള ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആവശ്യത്തും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ ലൈറ്റ്, ഇപ്പോൾ ഈ കറുപ്പ് അടയുന്നുണ്ടോ,
12 മുതൽ 2 മണി വരെ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ 32 ഡിഗ്രിൻ്റെയൊക്കെ മുകളിൽ ചൂട് പോകുമ്പോൾ ആ ചെടിക്ക് അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിന് വളർച്ച കുറവുണ്ടാവും. അപ്പോൾ ആ സമയത്ത് മാത്രം നമ്മൾ ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടത് മാത്രം. അതുപോലെ തന്നെ ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതും ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 4 ഫാൻ എടുക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സൂപ്പർ സാധനം എന്ന് പറയുന്നത്. ഇത് നമുക്ക് മൊത്തം 2 ലക്ഷം തൈകൾ ഒരു 20 മിനിറ്റ് കൊണ്ട് നനച്ച് കിട്ടും. ഇതിൻ്റെ പേരാണ് ബൂമർ ഇറിഗേഷൻ എന്നാണ് പറയാം. ഇവിടെ തൊഴിലാളികളൊന്നും ആവശ്യമില്ല നനയ്ക്കുക. ഇപ്പോൾ എനിക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അപ്പുറം പോയിട്ട് നമുക്ക് മാറ്റിയിട്ട് അപ്പുറം നനയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കേരളത്തിൽ സെൻസർ ഉണ്ട് അതിന് നിൽക്കുമോ നിങ്ങൾ? അങ്ങനെയല്ല, ഓഫാക്കാം. ഓട്ടോ മോഡിൽ ഇട്ടാൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അല്ലേ എൻ്റെ തടസ്സം വന്നാൽ നിൽക്കില്ല. ഇല്ല, സെൻസർ ഇതിലില്ല. ഇത് ശരിക്കും ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടുള്ള മോട്ടറൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ഭൂപ്പാലിനേക്കാളും കുറച്ചുകൂടി റോസ്കാനേക്കാളും ചെറിയ തുള്ളികളാണ്. അതായത് ചെടി മറിഞ്ഞൊന്നും പോകില്ല. അതിന് വലിയ തുള്ളികൾ വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ടാക്കണം. കേരളത്തിൽ തന്നെ അത്യാവശ്യം ഏറ്റവും വലുതായിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ തെർമോസ്റ്റാൻ ആർക്കെങ്കിലും പോളി ഹൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇത് നിങ്ങൾക്ക് നല്ല ഉയരം തോന്നുന്നില്ലേ? നല്ല ഉയരം തോന്നുമ്പോൾ ചൂട് കുറയും. അതായത് ഉള്ളിലെ വായുസഞ്ചാരം കൂടും. ഈ 4 സൈഡിൽ നിന്നും നെറ്റാണ്. അതിൽ നിന്നുള്ള എയർ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പുറത്തൂടെ ഇങ്ങനെ പോകും. നമ്മളിങ്ങനെ ഒരു വട്ടം വരയ്ക്കണ പോലെ അങ്ങനെ പോകും. അല്ല നമ്മൾ അടച്ച് ബന്ദോബസ്താക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഇതും കിട്ടും, ശ്വാസവും കിട്ടും, ചൂടും കൂടും. എയർ കയറിയാലേ ചൂട് കുറയുള്ളൂ. അപ്പൊ ഏറ്റവും നമ്മൾ പോളിയോസ് ഉണ്ടാക്കുമ്പോൾ സാധാരണ മഴമര ഉണ്ടാക്കുമ്പോൾ 5 മീറ്ററൊക്കെ ഹൈറ്റ് വെക്കുള്ളൂ. അങ്ങനെ വെച്ച് ചെടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. മിസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കിടക്കുന്നത് നമുക്ക് മിസ്റ്റായിട്ട് അന്തരീക്ഷത്തിൽ ഫുള്ള് വെള്ളം നിർത്താം. അങ്ങനെയുള്ള സാധനം ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം വയനാട് താഴത്തേനേക്കാളും കൂടുതൽ ഈ ഹ്യൂമിഡിറ്റി ഉള്ളൊരു നമ്മൾ വിയർക്കുകയല്ല വിടുന്നത്. താഴെ പോയങ്ങൾ നന്നായിട്ട് വിയർക്കും. ഇവിടെ അന്തരീക്ഷത്തിൽ അത്രയും വെള്ളത്തിൻ്റെ ഇത് കൂടുതലാണ്. അതുകൊണ്ട് അധികം നമ്മൾ വിയർക്കില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ പോളി ഹൗസിലുള്ളത്. പിന്നെ നേരത്തെ മെഷീനിൽ വിത്തിടുന്നത് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഒരു ലേബർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 20 ട്രേ ഒക്കെ വിത്തിട്ട് തീർക്കാൻ പറ്റുള്ളൂ. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് 150ഓളം ട്രേ 4 ആളുണ്ടെങ്കിൽ ഇട്ട് തീർക്കാൻ പറ്റും അവിടെ. അതായത് ഒരു 3-4 ഇരട്ടി പണി അധികം നടക്കും. നമ്മുടെ പണിക്കാർ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഇതെന്താ നിങ്ങൾ ചെയ്യാമെന്നല്ല, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് കാണിച്ചു തരാമെന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ പ്രത്യേകമായിട്ട് തൈകളൊക്കെ ചിലപ്പോൾ പോളി ഹൗസിൽ ഉണ്ടാക്കുമ്പോൾ നീണ്ടു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂട് കൂടാനും പിന്നെ ഒന്ന് ലൈറ്റ് കിട്ടാത്തതുമാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തൈ നീണ്ടു പോകുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വളഞ്ഞു പോകും. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ കറുത്ത കളർ കണ്ടോ? നമ്മുടെ മഴ ഉള്ളതുകൊണ്ട് വരുന്ന എല്ലായിടത്തും കേരളത്തിൽ മൊത്തം വരും. ഇതിൻ്റെ മുകളിൽ പായൽ പിടിക്കുന്നതാണ്. എല്ലാ വർഷവും അത് കഴുകി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ വരുന്ന ലൈറ്റിൻ്റെ പകുതിയെ വരും. അപ്പോൾ ലൈറ്റിന് വേണ്ടിയിട്ട് വളഞ്ഞു കുടഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നം തൈകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചൂട് കുറയ്ക്കുക, വെളിച്ചം കൂട്ടുക, ഇത്രയും കാര്യങ്ങൾ. അതേപോലെ പച്ച നെറ്റ് നിങ്ങൾ ഇടുന്ന കാണാം. പല പോളി ഹൗസിലും ഇത് പച്ചയായിരിക്കും. ഇവിടെ നിങ്ങൾ പച്ചയൊന്നും കാണുന്നില്ല, ഫുള്ള് വെള്ളയാണ്. പച്ച ഇട്ട് കഴിഞ്ഞാൽ 75% ലൈറ്റിനെ അത് ബ്ലോക്ക് ചെയ്യും. നമുക്ക് ലൈറ്റ് തീരെ കിട്ടൂല. ഇത് പച്ചനേക്കാൾ ഇച്ചിരി വില കൂടിയ ഇതാണ്. വലിയ വില വ്യത്യാസമൊന്നുമില്ല. പച്ചക്ക് തന്നെ നല്ല വിലയുണ്ട്. പക്ഷെ വില വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ലൈറ്റ് ഒരു 75% ലൈറ്റ് ഇത് അകത്തേക്ക് കടത്തി വിടും. 75% കുറയ്ക്കുള്ളൂ. മറ്റേത് 75ഉം ബ്ലോക്ക് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക എന്നുള്ള